രാവിലെ തന്നെ ഞാനോ അമ്മയും കൂടെ ചോറൊക്കെ പൊതിയുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ DYFIൻ്റെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് വിതരണത്തിൽ ഞങ്ങളും പങ്കാളികളായിട്ടുണ്ട്. പൊതിച്ചോറ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അതുപോലെ തന്നെ രോഗികളുടെ കൂടെ കൂട്ടിരിക്കുന്നവർക്കും ഒരു നേരത്തേക്കുള്ള ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ചോറിന് കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഉപ്പേരി, അതുപോലെ തന്നെ ഒരു മീൻ പൊരിച്ചത്, ഒരു പച്ചക്കറി ആയിട്ടോ ഞങ്ങൾ ഇവിടുന്ന് വെച്ചത്. അപ്പം ഇതുപോലെ തന്നെ ഓരോ വീട്ടിൽ നിന്നും ഓരോരോ വിഭവങ്ങളായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. ഞങ്ങളിപ്പം ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ആട്ടോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസം ഓരോ യൂണിറ്റുകളായിട്ടാട്ടോ ഭക്ഷണം എന്തായാലും കൊടുക്കുക. ഇന്നിപ്പം ഭക്ഷണം കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ DYFIയുടെ കളരിക്കണ്ടി മേഖലയിലുള്ളവരാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ പൊതിച്ചോറ് ഓരോരുത്തരായിട്ട് ടീമായിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു വലിയ വണ്ടിയിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് ഒന്നായിട്ട് അങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഫുഡ് എത്തിക്കുക. ഇന്ന് ഡേറ്റ് വന്നിട്ട് സെപ്റ്റംബർ 8. അപ്പോൾ അതാ ഒരുപാട് പരിപാടികളും അതുപോലെ തന്നെ നമ്മളത് വീടിൻ്റെ അടുത്ത് തന്നെ കല്യാണങ്ങളും ഓരോ പരിപാടികളുണ്ട്. എന്നാൽ പോലും ആൾക്കാർ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ പരിപാടിയിൽ പങ്കെടുക്കും, അതുപോലെ തന്നെ പൊതിച്ചോറ് വിതരണത്തിന് വേണ്ടിയിട്ട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ടീമായിട്ട് തിരിഞ്ഞിട്ട് ഇതാ ഫുഡൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു വീട്ടിലാട്ടോ വെച്ചത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ വണ്ടിയിലോട്ട് ആക്കിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണേ. അപ്പോൾ ഇതാ പൊതുവായിട്ടൊരു സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ എത്തിച്ചേർന്നിട്ട് ചെറിയൊരു ഫ്ലാഗ് ഓഫ് ഒക്കെ നടത്തിയിട്ടാട്ടോ പൊതിച്ചോറും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാട്ടോ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം ഇതാ ഫുഡൊക്കെ ഫസ്റ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പൊതിച്ചോറ് എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പാസിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ. അപ്പോൾ ഒരു പാസ് ഉള്ളവർക്കാണെങ്കിൽ 2 പൊതിച്ചോറാട്ടോ, അത് ആവശ്യപ്പെട്ടാൽ മാത്രം. അല്ലെങ്കിൽ പാസ് ഇല്ലെങ്കിൽ ഒരു പൊതിച്ചോറാട്ടോ കൊടുക്കുന്നത്. ചോറൊക്കെ കൊടുത്ത് പകുതി ആയപ്പോൾ തന്നെ നല്ല മഴ കിട്ടിയിട്ടോ. അപ്പോൾ അതാ അവിടെയും വരിയൊക്കെ നിന്ന് എല്ലാവരും ഓടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചോറ് കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചോറ് കൊടുക്കുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് മഴയൊക്കെ ഒന്ന് ജസ്റ്റ് ചോർന്നേരാട്ടോ ചോറൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതാ നല്ല മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുടയൊന്നും ആരും എടുത്തിട്ടില്ല. അപ്പോൾ അതാ കുറച്ച് പേരൊക്കെ കുട എടുത്തുകൊണ്ട് അവരുടെ കുടയിൽ കുറേ ആൾക്കാർ കൂടി
ചേച്ചിമാരൊന്നും അങ്ങനെ കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അവരുടെ കയ്യിൽ സഞ്ചി കാർഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ കുടയൊന്നും എടുത്തിട്ടില്ല. ഏകദേശം അപ്പോൾ പൊതിച്ചോറൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് കൊണ്ടുവന്ന പെട്ടികളും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് തന്നെ തിരിച്ച് കയറ്റാം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.